പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്തത്താഴ്ചയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ FB പേജിൽ കർത്താവിൻ്റെ വചനം ഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അടിയന് ഒരു സന്ദർഭം കൂടെ ഒരുക്കി തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല സൗഭാഗ്യം, ഒരു നല്ല സന്ദർഭത്തെ കർത്താവ് നമുക്കൊരുക്കി തന്നു. നമുക്ക് ദൈവത്തെ സന്തോഷത്തോടു കൂടി മഹത്വപ്പെടുത്താം, സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ആണ്ടവർ രക്ഷകരുമാകിയ യേശു ക്രിസ്തുവിനെ ഏറ്റ നാമത്തിൽ அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகை சிறிது நேரம் தாமதமாகி விட்டதினாலே இப்படிப்பட்ட ஒரு நல்ல சந்தர்ப்பத்தை கர்த்தர் நமக்கு கொடுத்தார். கர்த்தருக்கு நன்றி செலுத்தலாமா? 2-3 பேர் எங்கிருந்தாலும் அவர் மத்திய நான் உண்டு என்று ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே அவருடைய ஒரு மகா பெரிய தயவு, அவருடைய ஒரு பிரசன்ஸ் நம்மோடு கூட இருப்பதாக என்று சொல்லி இந்த நாளிலும் கூட நம்ம செபிக்கலாமா? கர்த்தருடைய பிள்ளைகளை வாருங்கள், ஒன்று சேர்ந்த தேவனை മഹിമപ്പെടുത്തുவோം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഒരു മലയാളം സോങ് ഒന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അതിനുശേഷമായി പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നമ്മളുടെ എത്രയോ ലക്ഷം പേർ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അനേകർ തീരാ രോഗികളെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മൾ എത്ര അത്ഭുതകരമായി നമ്മയൊക്കെ വഴി നടത്തുന്നു എന്നത് ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അനേകർ ഹോസ്പിറ്റലുകളിലും വെന്റിലേറ്ററിലും ഒക്കെ ആയി ഇപ്പോഴും കഴിഞ്ഞുകൂടിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, രോഗം അനേകരെ താളടിയാക്കുന്നു, മരണം അനേകരെ മുറിച്ചു കളയുന്നു. ഈ സമയത്ത് ദൈവം നമ്മെ കൺമണി പോലെ പാതുകാത്ത് ഇത്രത്തോളം നമ്മെ ബലപ്പെടുത്തി നമ്മെ വഴി നടത്തുന്ന ആ ദൈവത്തിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാൽ ആകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അറിയാവുന്ന ഒരു പഴയ ഒരു ഗാനത്തിൻ്റെ ചില അടികൾ മാത്രം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. കാലത്തികവിങ്കൽ വാനമേഘത്തിൽ വാനദൂതർ മധ്യത്തിൽ നീ വന്നിടും നേരം. കാലത്തികവിങ്കൽ വാനമേഘത്തിൽ വാനദൂതർ മധ്യത്തിൽ നീ വന്നിടും നേരം. യേശുവിൻ കാന്തയാം സഭയെ തീർത്തിടും. യേശുവിൻ കാന്തയാം സഭയെ തീർത്തിടും. സന്തോഷത്തോടെ പ്രിയനോട് കൂടെ വാഴുമേ. സന്തോഷത്തോടെ പ്രിയനോട് കൂടെ വാഴുമേ. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. ആ നല്ല നാളുകൾക്കായി ഞാനെന്നും ശുദ്ധിവൃത്തി കൃത്യമായി കാത്തിരിക്കുന്നു. ആ നല്ല നാളുകൾക്കായി ഞാനെന്നും ശുദ്ധിവൃത്തി കൃത്യമായി കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനെ കാണുവാൻ മാർവിൽ ചാരുവാൻ, എൻ്റെ പ്രിയനെ കാണുവാൻ
കാത്തിരിക്കുന്നു. ആർത്തിയോടെ എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നു. കർത്താവിനായി എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. കർത്താവിനായി എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. കർത്താവിനായി എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ വൈകിയവേളയിൽ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തു പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം എല്ലാവർക്കും അനുഗ്രഹമായി മാറണം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരുവാൻ അപ്പ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആണിപ്പെടുതേറ്റ കരം ഓരോരുത്തരുടെ മേലും കർത്താവ് ഒന്ന് തൊടുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തോടെ, വേദനയോടെ, ഭാരത്തോടെ ആരെങ്കിലും അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ കർത്താവേ, ഇന്നത്തെ വചനം അവർക്കൊരു അനുഗ്രഹമായി, ഒരാശ്വാസമായി, ഒരു വിടുതലായി തീരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. നാഥാ, അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചാട്ട്, എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്, സകലത് ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഇന്ന് അല്പമായി നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നിരിക്കുക. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 5:8 വാക്യം നമുക്കിവിടെ വായിക്കാം. 1 പത്രോസ് 5:8 വാക്യം വായിക്കുമ്പോൾ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നും തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള ഉറക്കങ്ങളെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 2 തരത്തിലുള്ള ഉറക്കം. ഒന്ന് ആത്മീക ഉറക്കം, മറ്റൊന്ന് ഭൗതിക ഉറക്കം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ പ്രതിപാദിക്കുന്നത് ആത്മീക ഉറക്കത്തെ കുറിച്ചാണ്. ഒരു ദൈവ പൈതൽ ഏത് സമയവും എപ്പോഴും ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുവാൻ അവകാശം ഇല്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം എന്തുകൊണ്ടെന്നാൽ മണവാളന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ഏത് നിമിഷവും മണവാളന്റെ വരവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന സമയം, അതേ പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും ഉണ്ടാകും. ആകയാൽ നാം ഓരോരുത്തരും ഉണർന്നിരുന്ന് കർത്താവിന് വേണ്ടി ശോഭിക്കുന്നവരായി, കർത്താവിന് വേണ്ടി ജ്വലിക്കുന്നവരായി, കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, 1 കൊരിന്ത്യർ 16:13 വാക്യം വായിക്കുമ്പോൾ, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവേൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, വിശ്വാസത്തോടുകൂടി യേശുവിന്റെ അരികിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ ഇന്നേക്ക് അനേകരും ഹല്ലേലൂയ വെളിനാട്ടിലേക്ക് പോകാനൊക്കെ ആഗ്രഹിച്ചവരുണ്ട്. ഹല്ലേലൂയ. ഉയർച്ച എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതൊക്കെയാണ്, പണം സമ്പാദിക്കുന്നതാണ് ഉയർച്ച എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ പ്രിയ ദൈവജനമേ, ഒരു കാര്യം
കാര്യം പറയട്ടെ, അതെല്ലാം ഇന്നേക്ക് അനേകരും വിട്ടു. പ്രൈസ് ദി ലോർഡ്. എല്ലാം വിട്ടു. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, ജീവൻ നിലനിന്നാൽ മതി എന്നുള്ള ചിന്ത മാത്രമാ ഇന്ന് ജനങ്ങൾക്കുള്ളത്. ആർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള ചിന്ത പോലും ഇല്ല. കുഞ്ഞുങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുവാനുള്ള ചിന്തയില്ല. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ പ്രിയരെ, മരണം അനേകരെ മുറിച്ചു കളയുന്നു, രോഗം അനേകരെ താളടിയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തരുണത്തിൽ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും പ്രിയരെ, ഹല്ലേലൂയ, നമ്മുടെ മണവാളന്റെ വരവ് സമീപമായി എന്നറിഞ്ഞുകൊണ്ട് മണവാളന്റെ വരവിനായി കാത്തിരുന്ന ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നാം ആരും മനുഷ്യരെ ആശ്രയിക്കരുത്. പ്രിയരെ, വചനം എന്താ പറയുന്നത്? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നാണ് വചനം പറയുന്നത്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനുള്ളത് എന്താണെന്ന് അറിയാമോ? പ്രിയരെ, ഹല്ലേലൂയ, ദേശത്ത് അനർത്ഥം ഉണ്ടാകാതിരിക്കാൻ ദൈവം കാവൽക്കാരെ അന്വേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് അനർത്ഥം സംഭവിക്കാതിരിക്കുവാൻ ദൈവം ഹല്ലേലൂയ ദേശത്ത് കാവൽക്കാരെ അന്വേഷിക്കുന്നു. എങ്ങനെയുള്ള കാവൽക്കാരെയാണ് കർത്താവ് അന്വേഷിക്കുന്ന അറിയാമോ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ള കാവൽക്കാരെ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് ഹല്ലേലൂയ നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, പ്രാർത്ഥനയിൽ നാം ശക്തിപ്പെടണം. പ്രാർത്ഥന എന്ന കവചം ധരിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് കഷ്ടങ്ങൾ വന്നാലോ, പ്രയാസങ്ങൾ വന്നാലോ, പ്രതികൂലങ്ങൾ വന്നാലോ നാം അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം. ഹല്ലേലൂയ പ്രിയരെ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവുമായി കൂടെയിരുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ആ ദൈവത്തിന് മുൻപിലാ നിങ്ങളും ഞാനുമായിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ പ്രതികൂലങ്ങളിലും, എല്ലാ കഷ്ടങ്ങളിലും, പ്രൈസ് ദി ലോർഡ്, പ്രിയ ദൈവജനമേ, നാം ദൈവത്തോട് കൂടെയെങ്കിൽ, പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് വരുന്ന കഷ്ടങ്ങളെ കർത്താവ് മാറ്റുക തന്നെ ചെയ്യും. ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ നാം പറഞ്ഞത് യെഹെസ്കേൽ പ്രവചനം 22:30 വാക്യമാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിൽ മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിനായി ഒരു പുരുഷാരത്തെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന മതിൽ. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ദേശത്തിനായി പ്രാർത്ഥിക്കുവാൻ നാം എല്ലാവരും ഒരുമിക്കണം. നമ്മുടെ ദേശം നശിക്കാതിരിക്കുവാൻ, നമ്മുടെ ദേശം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ദേശം നശിക്കാതിരിക്കുവാൻ നാം എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ പ്രിയരെ നാം ഒരുമിക്കണം. ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിശ്ചയമായി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രാർത്ഥന എന്ന മതിൽ, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥന എന്ന മതിൽ നാം, ഹല്ലേലൂയ, നമ്മോട് ആ മതിൽ നാം കെട്ടിയവരായി തീരണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, എത്ര പേർക്ക് ദൈവസന്നിധിയിൽ കരയുവാൻ കഴിയുന്നു? പ്രാർത്ഥിക്കുമ്പോൾ നാം കണ്ണുനീരോടുകൂടെ, കരച്ചിലോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് വന്നപ്പോൾ പ്രാർത്ഥന ഒരു ഭാഷനായി മാറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയ ദൈവജനമേ, അങ്ങനെ ആവരുത്. പ്രാർത്ഥന ഒരു ജൽപ്പനമായി തീരരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? കണ്ണുനീരോടുകൂടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, സഹോദരങ്ങളെ, ആത്മീക ജീവിതത്തിൽ മയക്കം സംഭവിച്ചുവോ? ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും, പ്രൈസ് ദി ലോർഡ്, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, കഴിഞ്ഞ ആദ്യ നൂറ്റാണ്ടുകളിൽ നമ്മുടെ കർത്താവിനെ അറിഞ്ഞ നാളിൽ, ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, നമുക്കുണ്ടായിരുന്ന ആത്മീക സന്തോഷവും കൃപകളും വരങ്ങളും ഇപ്പോൾ നമ്മിൽ കാണപ്പെടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോ മന്ദത സംഭവിച്ചുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നാം ഇന്നേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ശോധന ചെയ്യണം. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നാം ദൈവത്തിന് വേണ്ടി എത്രമാത്രം, ഹല്ലേലൂയ, എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. നാം എന്തിനു വേണ്ടിയാണ്
നാം ഉണർന്നിരിക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ഉണർന്ന തീഷ്ണതയുള്ളവരായി തീരണമെന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രിയ ദൈവജനമേ, വചനത്തിലൂടെ തന്നെ ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഒന്നാമതായിട്ട് നാം ഉണർന്നിരിക്കേണ്ടുന്ന കാര്യം, പ്രൈസ് ദി ലോർഡ്, യേശു വരാറായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് വരാറായി. കർത്താവിന്റെ വരവിനായി നാം ഓരോരുത്തരും കാത്തിരിക്കേണ്ടുന്നവരാണ്. വിശുദ്ധിയുള്ളവരായി, വേർപാടുള്ളവരായി തീരണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ആകയാൽ നാം എന്ത് ചെയ്യണം? കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണം. മത്തായി 24:42 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്നത് അറിയായിക കൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, നാം ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. കാരണം എന്താ? മണവാളൻ വന്ന് പോകും. ഹല്ലേലൂയ. മണവാളൻ നമ്മളെ കൈവിടപ്പെട്ടു പോകരുത്. നമ്മള് മണവാളന്റെ കൂടെ പോകണം. ആ ഒരു പ്രത്യാശയുള്ളത് കൊണ്ടാണ് പ്രിയ ദൈവജനമേ നാം ഉണർന്നിരിക്കണമെന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിപ്പോയാൽ നമ്മുടെ ജീവിതം പരാജയത്തിലെത്തും. ഉറങ്ങിപ്പോകരുതേ പ്രിയ ദൈവജനമേ, ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കർത്താവ് വരുന്ന നാളോ നക്ഷത്രമോ ഒന്നും തന്നെ ഏത് നിമിഷമാണ് വരുന്നതെന്ന് പോലും ആർക്കും അറിയുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അല്ല എങ്കിൽ പ്രിയരെ, ഏതെങ്കിലും ഒരു നിശ്ചിത സമയം പറഞ്ഞു എങ്കിൽ നിശ്ചയമായും പ്രിയപ്പെട്ടവർ അതുവരെയും പാപം ചെയ്യും. എന്നിട്ട് കർത്താവിന്റെ വരവിന് ഒരു 5 മിനിറ്റ് മുൻപ് പോയി രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും, ഹല്ലേലൂയ, സഭയോട് ചേരുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നറിയാമോ? ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. പ്രിയ ദൈവജനമേ, കർത്താവിന്റെ രണ്ടാം വരവിനെ ലക്ഷ്യമാക്കിയാണ് നാം ഈ നാളുകളായി ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് മാത്രമാണ് ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രിയരെ, അനേകരുടെ സ്നേഹം, പ്രത്യാശ എല്ലാം തണുത്തു പോകുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദര, കർത്താവിന്റെ വരവിനായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. സഹോദരാ, നീ കർത്താവിന്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ? അനേകരും ഈ ലോകത്തിലെ നന്മകളുടെ പിറകിലായി ഇന്നേക്ക് കാണുവാൻ കഴിയുന്നത്. സ്നേഹിത, നീ കൈവിടപ്പെട്ടു പോകും, തള്ളപ്പെട്ടു പോകും എന്നത് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥൻ എപ്പോൾ വേണമെങ്കിലും വരും. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥൻ എപ്പോൾ വേണമെങ്കിലും വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഹല്ലേലൂയ. മരണത്തിനപ്പുറവും ഒരു ജീവിതമുണ്ട്. എന്റെ മണവാളനോട് കൂടെ ജീവിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ പാപങ്ങൾ, ഹല്ലേലൂയ, അനേക പാപങ്ങൾ ചെയ്തു കൂട്ടുന്നു. പ്രിയരെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. പാപം ഇപ്പോൾ കർത്താവ് ക്ഷമിക്കും. പിന്നീട് കർത്താവ് വരുന്നത് രാജാതി രാജാവായിട്ടാ. ഹല്ലേലൂയ. പിന്നീട് കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എന്നത് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ, ഹല്ലേലൂയ, എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ പിടിച്ചുകൊള്ളുക എന്നാണ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, സഹോദരങ്ങളെ, യേശുവിന്റെ വരവെടുത്തു എന്നറിഞ്ഞിട്ടും ഹല്ലേലൂയ മന്ദത ഭവിച്ചുവോ? ഒരു മന്ദി ഭവിച്ച അവസ്ഥയിലാണോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ആകയാൽ നാം പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് പോകാതെ നാം ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, രണ്ടാമതായിട്ട് മറ്റൊരു ചിന്തയിലേക്ക് നമുക്ക് കടന്നു പോകാം. പ്രതിഫലം വാങ്ങുവാനായി നാം ഉണർന്നിരിക്കണം. പ്രതിഫലം വാങ്ങുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു പറയുന്നു: ഞാൻ വരുമ്പോൾ ഉണർന്നിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു എന്താ പറയുന്നത്? ഞാൻ വരുമ്പോൾ ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കുമ്പോഴാണ് പ്രതിഫലം ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ, ഉറങ്ങിപ്പോയാൽ പ്രതിഫലം നമുക്ക് നഷ്ടമാകും. മണവാളൻ വന്നു പോകും.
ആകയാൽ നാം ഉറങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ടും ഹല്ലേലൂയ കർത്താവ് വരുന്നേരത്ത് ഹല്ലേലൂയ ഉറങ്ങുന്നത് കണ്ടാൽ പ്രിയ ദൈവജനമേ എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ നാം നാൾ മുഴുവനും അല്ലെങ്കിൽ നാം ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പാടുന്നു, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ വരവ് വന്നുവിടുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവജനമേ നാം മാറിയിരുന്ന് അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു മന്ദിഭവിച്ച അവസ്ഥയിലേക്ക് പോയാൽ നിശ്ചയമായി മണവാളന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല എന്നത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ. ആകയാൽ കർത്താവിൽ പ്രിയരെ നാം എന്താണ് ചെയ്യേണ്ടത്? ഉറങ്ങിപ്പോകരുത്. ഉറങ്ങാതെ ഉണർന്നിരിക്കണം. ഏത് സമയത്തും മണവാളന്റെ വരവുണ്ട് എന്നത് അറിഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിന്റെ വരവിനായി നാം കാത്തിരിക്കേണ്ടുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ ലൂക്കോസ് 12:35-36 വായിക്കുമ്പോൾ ഹല്ലേലൂയ മണവാളന്റെ വരവിനെ കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി അവിടെ അറിയിക്കുന്നുണ്ട്. ഏത് സമയത്തും യജമാനൻ വാതിൽ മുട്ടാം. ഹല്ലേലൂയ. ഏത് സമയത്തും യജമാനൻ വാതിൽ മുട്ടാം. ആയതിനാൽ ഉണർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് വിളക്ക് കെട്ടുപോകരുത്. എണ്ണയില്ലാതെ നാം ഉറങ്ങിപ്പോയാൽ ഒരിക്കലും പ്രൈസ് ദി ലോർഡ് ദൈവജനമേ ഹല്ലേലൂയ അവിടേക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന വിളക്കിൽ എണ്ണയുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നമ്മിൽ ഉണ്ടാവണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ യജമാനൻ വാതിൽ മുട്ടുമ്പോൾ ഹല്ലേലൂയ വാതിൽ തുറക്കുവാൻ വേണ്ടി നാം ഉണർന്നിരിക്കണം. ഏത് നിമിഷവും കർത്താവിന്റെ പ്രൈസ് ദി ലോർഡ് കാഹളത്തിന്റെ ധ്വനി ഉണ്ടാകും. ആ ശബ്ദം കേൾക്കുമെന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനുവേണ്ടി മാത്രമാണ് നാം ജീവിക്കേണ്ടത്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ ഹല്ലേലൂയ നാം ആരും ഉറങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ ലൂക്കോസിന്റെ സുവിശേഷം 21:36 വായിക്കുമ്പോൾ ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും പ്രാർത്ഥിച്ചും ഉണർന്നും കൊണ്ടിരിപ്പീൻ. ഹല്ലേലൂയ. സദാകാലവും പ്രാർത്ഥിച്ചും ഉണർന്നും കൊണ്ടിരിപ്പീൻ. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും പ്രൈസ് ദി ലോർഡ് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനുള്ള പ്രാപ്തി വേണം. അതിനുവേണ്ടി നാം എന്താ ചെയ്യേണ്ടത് അറിയാമോ? ദൈവത്തിന്റെ അഭിഷേക ശക്തി നാം പ്രാപിച്ചവരായി ഈ നാളുകളായി നാം കർത്താവിന്റെ സന്നിധിയിൽ നാം ഹല്ലേലൂയ കാണപ്പെടണമേ എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം-അധ്യായത്തിന്റെ 33 വായിക്കുമ്പോൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലവും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് തമിഴ് ബൈബിൾ இப்படித்தான் சொல்லப்படுகிறது. முன்பே தேவனுடைய ராஜ்யத்தையும் நீதியும் தேடுங்கள், அதோடு எல்லாவற்றையும் கூடவே கொடுக்கப்படும் என ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே அவர் சொன்னால் ஆகும். பிரைஸ் தி லார்ഡ്. നാം എന്താണ് ചെയ്യേണ്ടത്? നാം അതികാലയിൽ എഴുന്നേറ്റ ഉടൻ തന്നെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. പ്രിയരെ, എന്റെ കർത്താവിനെ സ്തുതിക്കുവാൻ നിങ്ങൾ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ അന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് അനേകർ എങ്ങനെയാണെന്ന് അറിയാമോ? ഉറക്കത്തിൽ പോലും ഹല്ലേലൂയ പ്രിയരെ എഴുന്നേറ്റ് ഉറക്കം ഉണർന്നിട്ട് ഏത് മെസ്സേജ് ആണ് വന്നത്, എന്താണ് വന്നിരിക്കുന്നത്, വാട്സപ്പ് എടുക്കുന്നു, മെസ്സഞ്ചർ എടുക്കുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു, യൂട്യൂബിലേക്ക് പോകുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ജനങ്ങൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? മുമ്പേ ദേവനുടെ രാജ്യത്തെയും നീതിയെയും തേടുകൾ. നാം അതികാലയിൽ എഴുന്നേറ്റ് രാവിലെ സമയം പ്രഭാതത്തിൽ കർത്താവിനെ എന്ന് സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഒരു പാട്ടുപാടി വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷവും സൗഭാഗ്യവും ജീവിതത്തിൽ അത്രമാത്രം അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് അനുഗ്രഹമായി മാറും. ആകയാൽ ദൈവ പൈതലെ നീ എന്താ ചെയ്യേണ്ടത്? കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അന്വേഷിക്കുക മാത്രമല്ല, ഹല്ലേലൂയ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നവരായി തീരണം. ഇതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ലോകമെങ്ങും പോയി കർത്താവിന് സാക്ഷ്യമുള്ളവരായി തീരണമെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എഫെസ്യ ലേഖനം 5-ാം-അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നിരിക്കുക. ഉറങ്ങുന്നവനെ ഹല്ലേലൂയ, ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നിരിക്കുക. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവനെ ഉണർന്നിടുക, മരിച്ചവരുടെ മധ്യം നിന്ന്. ഉറങ്ങുന്നവനെ ഉണർന്നിടുക, മരിച്ചവരുടെ
നിന്ന് എൻ്റെ മേൽ ക്രിസ്തു പ്രകാശിക്കട്ടെ. ആ പ്രകാശം ലോകം കാണട്ടെ. എൻ്റെ മേൽ ക്രിസ്തു പ്രകാശിക്കട്ടെ. ആ പ്രകാശം ലോകം കാണട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, കർത്താവിന്റെ പ്രകാശം നമ്മിൽ നിറഞ്ഞു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പ്രകാശം നമ്മിൽ നിറഞ്ഞു നിൽക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ അത് നമ്മൾ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ തന്നെയാം അറിയാം, പ്രൈസ് ദി ലോർഡ്, ഓ ഇതൊരു ദൈവ പൈതലാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസിയെ എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കത്തക്ക രീതിയിൽ ഏത് സഭയിലാ നിങ്ങൾ പോകുന്നതെന്ന് നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ വസ്ത്രധാരണയിൽ അറിയാം. പ്രിയ ദൈവമക്കളെ, അങ്ങനെയാ ദൈവമക്കളെ തിരിച്ചറിയുന്നത്. എന്നാൽ ഇന്നേക്ക് ലോകം വളരെയേറെ അധപ്പതിച്ചു പോയി. ദൈവമക്കളെ പോലും തിരിച്ചറിയാത്ത ഒരു കാലത്തിലാ നിങ്ങളും ഞാനും എത്തിയിരിക്കുന്നത്. വസ്ത്രധാരണയിൽ പോലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു ദൈവ പൈതലെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ ദൈവജനമേ, വളരെ ശോചനീയാവസ്ഥയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാറായി. ആകയാൽ നാം എന്താണ് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവനെ ഉണർന്ന്, ഹല്ലേലൂയ, ഉറങ്ങുന്നവനെ ഉണർന്ന്, ഹല്ലേലൂയ, ഉണർന്നവരുടെ മധ്യേ നാം സുബോധമുള്ളവരായി കർത്താവിനായി പ്രകാശിക്കണം. തീരുമാനമെടുക്കുവാൻ കഴിയുമോ? എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത സഹോദരി, ഹല്ലേലൂയ, നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനമെടുത്ത് എൻ്റെ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് എത്ര പേർക്ക് ഹല്ലേലൂയ ഒരു സമർപ്പണമുണ്ട്. എൻ്റെ കർത്താവ് വരാറായി, എൻ്റെ കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുന്നു. സ്നേഹിത, കൈവിടപ്പെട്ടു പോകരുത്, തള്ളപ്പെട്ടു പോകരുത്. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ എൻ്റെ അരുമനാഥന്റെ വരവ് എടുത്തുകൊള്ളപ്പെടുകയില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ആ കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാൻ കഴിയുകയില്ല. വിശുദ്ധിയോട് വേർപാടോടുകൂടി ഹല്ലേലൂയ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുള്ളൂ എന്നത് വളരെ വ്യക്തതയോടുകൂടി ദൈവത്തിന്റെ വചനം വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ, നാം ഉറങ്ങിപ്പോകരുത്. ഉറങ്ങിയാൽ പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിയാൽ പരാജയമാണ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നീ ഉറങ്ങിപ്പോയാൽ സാത്താൻ അവന്റെ തന്ത്രങ്ങളെ പ്രയോഗിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന് വേണ്ടി ഈ നാളുകളായി ഹല്ലേലൂയ ശോഭിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, മത്തായി 26:41 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, നാം ഈ വേദഭാഗം വായിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഗെത്സമന തോട്ടത്തിലേക്ക് കർത്താവ് പ്രൈസ് ദി ലോർഡ് തന്റെ ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുന്ന ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ശിഷ്യന്മാരെ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ട് കർത്താവ് ഗെത്സമന തോട്ടത്തിലേക്ക് ഉള്ളിൽ പ്രവേശിച്ചു. എന്നാൽ പ്രാർത്ഥിച്ച് കടന്നു വരുമ്പോൾ നോക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കാണുവാൻ കഴിയുന്നു. സ്നേഹിത, എന്താണ് സംഭവിച്ചത്? കർത്താവ് അവരെ ഉണർത്തി. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് കടന്നുപോയി. രണ്ടാമത് കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതും ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടു. കർത്താവ് അവരെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നവരെ ഉത്സാഹിപ്പിച്ച കർത്താവ് മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. മൂന്നാമതായിട്ട് കർത്താവ് കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നവരുടെ കണ്ണിന് ഭാരം കൂടിയിട്ട് അവർ ഉറങ്ങുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, കർത്താവ് എന്താ പറഞ്ഞതറിയാമോ? ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവേ, മനുഷ്യപുത്രന്റെ നാഴിക വന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. സ്നേഹിത, ഹല്ലേലൂയ, എന്ത് സംഭവിച്ചു? അവർ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ മനുഷ്യപുത്രനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നാം ഉറങ്ങിപ്പോയാൽ പരാജയമാണ്. ജീവിതത്തിൽ ഉറങ്ങിപ്പോയാൽ പിശാചാണവൻ, അവൻ ഹല്ലേലൂയ അവന്റെ തന്ത്രത്തെ അവൻ പ്രയോഗിക്കും. ഹല്ലേലൂയ. ആകയാൽ ആരും പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ ഉറങ്ങിപ്പോകരുത്. ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എത്ര പേർക്ക് രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? എന്റെ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ഞാനൊരു ശോഭിക്കുന്ന വിളക്കായി മാറുമെന്ന് എത്ര പേർക്ക് ഇന്ന് ഈ വൈകിയ വേളയിൽ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമോ?
പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താ നോക്കുന്നറിയാമോ? നമ്മൾ കർത്താവ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമാ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാ കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, എന്റെ കർത്താവിന് ഒരു സ്വഭാവം പ്രാർത്ഥിക്കുന്ന സ്വഭാവമാ. ഹല്ലേലൂയ. പ്രിയരെ, ഹല്ലേലൂയ. കർത്താവ് ഏത് നിമിഷവും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമാ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവ് സമയങ്ങളെ വേർതിരിച്ചു. അതുപോലെ തന്നെ കർത്താവ് അനേക സന്ദർഭങ്ങൾ കർത്താവ് തിരഞ്ഞെടുത്തു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം ഓരോരുത്തരും എന്ത് ചെയ്യണം പ്രിയരെ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങളെ നാം വേർതിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് നേരവും മണവാളന്റെ വരവുണ്ട്. ഏത് നേരവും മണവാളൻ കതകിൽ മുട്ടാം. പ്രൈസ് ദി ലോർഡ്. കതകിൽ മുട്ടുമ്പോൾ ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, വാതിൽ തുറക്കുന്നവർക്ക് ആ പ്രതിഫലം, വാതിൽ തുറക്കാത്തവർക്ക് പ്രതിഫലമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഹല്ലേലൂയ. യജമാനൻ വാതിൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കുന്നവർക്ക് പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കിരീടം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. ആ കിരീടം നമുക്ക് വേണ്ടി, നമ്മൾ അതിനുവേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. വാടാത്ത കിരീടം, ജീവന്റെ കിരീടം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നാം ഓരോരുത്തരും സുബോധമുള്ളവരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണമേ എന്ന് ഞാൻ ഈ സമയം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, സഭകളിൽ, ഹല്ലേലൂയ, ഇന്നേക്ക് അനേക ഇടങ്ങളിൽ ചിന്തിരിപ്പുകൾ ഉണ്ടാക്കുന്നു. എങ്ങനെയാണെന്ന് അറിയാമോ? പിശാചാണവൻ കൊണ്ടുവരുന്നത്, രോഗം പിശാചാണവൻ കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും, ഏത് നേരവും പറയാറില്ലേ, എനിക്ക് രോഗം മാത്രമായി, എനിക്ക് രോഗം, എനിക്ക് ഇന്ന രോഗമുണ്ട്, എനിക്ക് ഇന്ന കഷ്ടമുണ്ട്, എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല, എന്റെ ശരീരം തളർന്നു കിടക്കുക, എന്റെ ശരീരം തകർന്നു പോയി. എന്നാൽ രോഗമില്ല. ഡോക്ടർമാർ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർമാർ പരിശോധിച്ച് പറയും, ഒന്നുമില്ല എന്ന്, രോഗമേ ഇല്ല, നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന്. പക്ഷേ ശരീരത്തിൽ ഉണരുവാൻ കഴിയുന്നില്ല. ഏത് നേരവും ശരീരത്തിൽ നാം നോക്കുമ്പോൾ ഹല്ലേലൂയ, രോഗമുള്ളതായി തോന്നുന്നു. പ്രിയ സ്നേഹിത, സഹോദരി, ഹല്ലേലൂയ, എന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നു എങ്കിൽ, ഹല്ലേലൂയ, രോഗികളായി കഷ്ടപ്പെടുന്ന ആരെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കരങ്ങളെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അഖിലാണ്ട ഘടാകത്തിന്റെ നിർമ്മിതാവും സൃഷ്ടിതാവുമായിരിക്കുന്ന യേശു കർത്താവ് രോഗത്തെ സൗഖ്യമാക്കും. കാരണം എന്താണെന്നറിയാമോ? കർത്താവിന്റെ രക്തം സകല രോഗത്തെയും സൗഖ്യമാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ രക്തം സകല രോഗത്തെയും സൗഖ്യമാക്കുന്നതാണ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, കാൽവരി ക്രൂസിൽ കർത്താവ് യാഗമായി തീർന്നപ്പോൾ തന്നെ കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി ചെറിയുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? നമ്മുടെ സകല രോഗത്തിനും സൗഖ്യം വന്നിരിക്കുക. ശരീരത്തെ നോക്കി നിങ്ങൾ പറഞ്ഞാട്ടെ, എനിക്ക് ഒരു രോഗവുമില്ല, എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. എത്ര പേർ സമർപ്പണത്തോടെ പറയുവാൻ കഴിയും, എനിക്ക് രോഗമില്ല? സാത്താനെ നോക്കി പറഞ്ഞാട്ടെ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് രോഗമില്ല. സാത്താനെ, നീ എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കിയാലും, പ്രൈസ് ദി ലോർഡ്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മുൻപിലുണ്ട്. എന്റെ കർത്താവ് എനിക്ക്, പ്രൈസ് ദി ലോർഡ്, എന്റെ രോഗത്തെ സൗഖ്യമാക്കി തരുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഇത് കടൈസി കാലം, ഇത് അന്ത്യകാലം എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവിനായി നാം കാത്തിരിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകമെമ്പാടും നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുക. സ്നേഹിത, ഹല്ലേലൂയ, ജാതിയോട് എതിർക്കുന്നു, രാഷ്ട്രത്തോട് എതിർക്കുന്നു, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെയായി ഉണ്ടാകുന്നു. യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. ഇതൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രിയരെ, നമ്മുടെ കേരള സംസ്ഥാനം എത്രമാത്രം വേദനയുടെ നടുവിലൂടെ കടന്നു പോകുന്നത്. വെള്ളപ്പെരുക്കം ഒരു പക്കം, പ്രൈസ് ദി ലോർഡ്, കൊറോണ ഒരു പക്കം, പ്രൈസ് ദി ലോർഡ്, നോക്കണം, മണ്ണിടിച്ചിൽ ഒരു പക്കം, ജനങ്ങൾ എത്രയോ പേരുടെ വീടുകളും മറ്റു ഒഴുകിപ്പോയത് നിങ്ങൾ കണ്ടതല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, കതറി അല്ലെങ്കിൽ ഹല്ലേലൂയ നിലവിളിക്കുന്നവരുടെ ശബ്ദമല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്? എത്രയോ പേർ ന്യൂസുകൾ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, അനേകരുടെ കണ്ണുനീർ, അനേകർ നീറി കഴിയല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്വന്തം ഭവനത്തിൽ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട അവരുടെ സമ്പാദ്യമെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയില്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ. എന്താ ഇതിന്റെയൊക്കെ അവസ്ഥയെ, ഇതിന്റെയൊക്കെ കാരണം എന്താ? പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് വരാറായി.
നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ, ഉണർന്നിരിക്കണം. ദൈവ പൈതലേ, നീ അധൈര്യപ്പെട്ടു പോകരുത്. ധൈര്യ സമേതം എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മകളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനം 39:1 വാക്യം വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. ദുഷ്ടൻ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാൺ ഇട്ട് മുറുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്കാ നാവ് കടിഞ്ഞാണിട്ട് മുറുക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് ചെറുതായിട്ട് ഒരു ചെറിയ വിഷയം മതി. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്ന ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഇന്ന് ഡൽഹിയിൽ സംസാരിച്ചാൽ കേരളത്തിൽ ഭൂകമ്പം പിടിക്കും. അതാണ് നാവ് കാണിക്കുന്നത്. നാവിന്റെ പ്രക്രിയ, നാവിന്റെ പ്രൊസീജിയർ വളരെ വളരെ വലുതാ. എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാവ് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞതറിയാമോ? കടിഞ്ഞാണിട്ട് മുറുക്കണം. നാവിനെ കടിഞ്ഞാണിട്ട് മുറുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഇടത്ത് നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവരെയാ കർത്താവിന് വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് മുറുക്കണം. എന്തുകൊണ്ടെന്നറിയാമോ? പിശാചാണവൻ നമ്മുടെ നാവിൽ അവന്റെ തന്ത്രങ്ങളെ പ്രയോഗിച്ച് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ സംസാരിക്കരുത്. രണ്ട് ദൈവമക്കൾ തമ്മിൽ ചേരുമ്പോൾ ദൈവമക്കളെ, ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങളെ സംസാരിക്കാതെ കർത്താവിന്റെ വരവിനെ കുറിച്ചൊന്ന് സംസാരിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച വേദഭാഗം എന്തായിരുന്നു? ഞാൻ ഇതാണ് വായിച്ചത്. ഈ വേദഭാഗത്ത് നിന്ന് എനിക്ക് ഇന്ന കാര്യം മനസ്സിലായി. എത്ര പേർ സംസാരിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവരായി തീരണം. ആകയാൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഉണർന്നിരിക്കുന്നവരായി തീരണം. യേശു കർത്താവ് വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് വരാൻ പോകുന്നു. ഹല്ലേലൂയ. നമുക്ക് ഏവർക്കും പ്രത്യാശയോടുകൂടി ജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വരുന്നു എന്ന പ്രത്യാശ പ്രൈസ് ദി ലോർഡ് നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഉറങ്ങുവാൻ നമുക്ക് സമയമില്ല. ആകയാൽ ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണം. എന്നാൽ ഹല്ലേലൂയ, അങ്ങനെ നാം ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവ പൈതലെ കർത്താവിന്റെ വരവിനായി നമുക്ക് ഹല്ലേലൂയ ഉണർന്ന്, കർത്താവിന്റെ വരവെങ്കിൽ നാം ഉണർന്നിരുന്നെങ്കിൽ മാത്രമേ ആ കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാൻ കഴിയുള്ളൂ. അല്ലായെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ജാഗ്രതയോടുകൂടി നാം ആയിരിക്കണം. ജാഗ്രതയോടുകൂടി ആയിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധിയോടെ, വേർപാടോടുകൂടി ജീവിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ കർത്താവിന്റെ വരവിങ്കിലേക്ക് ഹല്ലേലൂയ നാം എടുത്തുകൊള്ളപ്പെടേണ്ടതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഒരു സമർപ്പണമുണ്ട് ഇന്ന് ഈ വൈകിയവേളയിൽ? കർത്താവേ, ഈ കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ ഒരുപടി കൂടെ ഹല്ലേലൂയ പുതുക്കം പ്രാപിച്ചവരായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരുപടി കൂടെ പുതുക്കം പ്രാപിച്ചവരായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ കർത്താവേ, അടിയനെ കർത്താവ് ഒരുക്കണമേ എന്ന് ഹല്ലേലൂയ എത്ര പേർക്ക് സമർപ്പണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് വരാറായി. പ്രിയരേ, കർത്താവിന്റെ കാഹളത്തിങ്കൽ ഹല്ലേലൂയ കൈവിടപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോവുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഉണർന്നിരിക്കണം. കർത്താവിന്റെ വരവിനായി നാം ഉണർന്നിരുന്ന് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, പ്രതിഫലമുണ്ട് നമുക്കെല്ലാവർക്കും. നാം ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്നതിനൊക്കെ പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വാടാത്ത കിരീടം കർത്താവെ, ജീവന്റെ കിരീടം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. ആ കിരീടം പ്രാപിക്കുവാൻ വേണ്ടിയാ ഇന്ന് നിങ്ങൾ ഞാൻ ഈ പരിശ്രമിക്കുന്നതൊക്കെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ ഈ ലോകത്തിൽ നമ്മുടെ സ്നേഹിതർ നമ്മളെ നിന്ദിച്ചെന്നവരാം, നമ്മളെ അപമാനിച്ചെന്നവരാം, നമ്മളെ ദുഷിച്ചെന്നവരാം. പ്രൈസ് ദി ലോർഡ്. ഓളങ്ങളും തിരമാലകളും പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ ആലയടിച്ചുയർന്നു എന്ന് വരാം. സ്നേഹിത, ഹല്ലേലൂയ, നിന്നെ കൈവിടാത്തൊരു യേശു കർത്താവുണ്ട്. നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥൻ നമ്മളെ സ്നേഹിക്കുന്നതിന് പരിമിതിയൊന്നുമില്ല. നോ ലിമിറ്റേഷൻ. ഹല്ലേലൂയ. ആകയാൽ ആ കർത്താവിങ്കിലേക്ക് ഒന്ന് അടുത്ത് വരുവാൻ കഴിയുമോ? നിങ്ങൾക്ക് ഏത് പ്രശ്നമായിരുന്നാലും, ഒരു പക്ഷേ വ്യാധി, രോഗം നിങ്ങളെ താളടിയാക്കി എന്ന് വരാം, കടൻ പ്രോബ്ലത്താൽ ബാധിക്കപ്പെട്ടു എന്ന് വരാം, പ്രൈസ് ദി ലോർഡ്, കുടുംബ ജീവിതത്തിൽ ഹല്ലേലൂയ സമാധാനമില്ല എന്ന് വരാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നാം വ്യാകുലപ്പെടുന്നവരായി തീർന്നു എന്ന് വരാം. സ്നേഹിത, എൻ്റെ കർത്താവ് സകലത്തിനും മതിയായ ദൈവമാണ്. ആകയാൽ ആ കർത്താവിങ്കിലേക്ക് നിങ്ങൾക്കൊന്ന് അടുത്ത് വരുവാൻ കഴിയുമോ? നമ്മുടെ കർത്താവ് സകലത്തിനും മേലായി എന്ന ഒരു നാമം ധരിച്ചിരിക്കുന്നത് യേശു. ഹല്ലേലൂയ. യേശു എന്നാൽ രക്ഷകൻ. ഹല്ലേലൂയ. ആ രക്ഷകനായ കർത്താവിന്റെ അരികിലേക്ക് നാം എത്തിയിരിക്കുന്നത്.
നമ്മെ ഒരു നാളും അവൻ കൈവിടുകയില്ല. ആകയാൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഞങ്ങൾ കേട്ടതായ വചനം അപ്പാ ഹല്ലേലൂയ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ അപ്പച്ചൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തങ്കച്ചോരയാൽ ഞങ്ങളെ കഴുകി മുദ്രയിട്ടാട്ട് കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. കർത്താവേ, വചനം കേൾക്കുവാനുള്ളവർക്കുമായി സ്തോത്രം. എല്ലാവരെയും അപ്പച്ചൻ അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകമെമ്പാടും ഞങ്ങൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണപ്പാ. ഹല്ലേലൂയ, ജാഗ്രതയോടുകൂടെ പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്നവരായി തീരുവാൻ അപ്പച്ചൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപയാൽ ഞങ്ങളെ നിറച്ചാട്ട് കർത്താവ്. സകലത ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയിലുള്ള എല്ലാ അഡ്മിന്മാർക്കും അതുപോലെ തന്നെ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കട്ടെ. പ്രിയരെ, നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല. കർത്താവിൻ്റെ വരവെങ്കിൽ വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി ജീവിക്കാം. ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു all.